ബി.ജെ.പിയെ വിട്ട് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ പാർട്ടിക്കെതിരെ ഒന്നിനു പിറകെ ഒന്നായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഇപ്പോഴിതാ ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രീയത്തെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും നേരിട്ട് ചോദ്യം ചെയ്താണ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കെ അണ്ണാമല ബി.ജെ.പിക്കെതിരെ നടത്തിയ തുറന്നുപറച്ചിലുകളെ പിന്തുണച്ച സന്ദീപ് വാര്യർ ഇന്നത്തെ ബി.ജെ.പി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തെ ബി.ജെ.പി അല്ലെന്നും ഒരു ഗുജറാത്തി പാർട്ടി, അതിലും കൃത്യമായി പറഞ്ഞാൽ ഗുജറാത്തി കമ്പനിയായി മാറിയെന്നും ആരോപിക്കുന്നു. ഇന്ത്യ ടുഡേക്ക് നൽകിയ അണ്ണാമലയുടെ അഭിമുഖത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് സന്ദീപ് വാര്യരുടെ രൂക്ഷ പരാമർശം. രാഷ്ട്രീയമായി അണ്ണാമലയോട് എല്ലാ കാര്യങ്ങളിലും യോജിപ്പില്ലെങ്കിലും ബി.ജെ.പിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വസ്തുതാപരവും ഗുരുതരമായി ചർച്ച ചെയ്യേണ്ടതുമാണെന്നാണ് സന്ദീപിന്റെ നിലപാട്. വാജ്പേയിയുടെ കാലത്തെ ബി.ജെ.പിയിൽ നിന്ന് ഇന്നത്തെ ബി.ജെ.പിയിലേക്കുള്ള മാറ്റമാണ് സന്ദീപിന്റെ വിമർശനത്തിന്റെ കാതൽ. ഒരു കാലത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന പാർട്ടി ഇന്ന് ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയെന്നാണ് ആരോപണം. ഇതിൽ ഏറ്റവും പ്രധാനമായി സന്ദീപ് ഉയർത്തുന്നത് ഫെഡറലിസത്തിന്റെ പ്രശ്നമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ബി.ജെ.പി രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്നാണ് സന്ദീപ് ആരോപിക്കുന്നത്. കേന്ദ്ര പദ്ധതികളുടെ പേരുകൾ ഹിന്ദിയിൽ മാത്രം നൽകുന്നതും ദക്ഷിണേന്ത്യൻ ഭാഷകളെ അവഗണിക്കുന്നതിന്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള വ്യവസ്ഥാപിത ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും സന്ദീപ് ആരോപിക്കുന്നു. വിമർശനം ഭാഷയിൽ മാത്രം ഒതുങ്ങുന്നില്ല. രാജ്യത്തിന്റെ നികുതി പണം ഉപയോഗിച്ചുള്ള വലിയ വികസന പദ്ധതികൾ ഗുജറാത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണെന്നും സന്ദീപ് പറയുന്നു. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ, സെമി കണ്ടക്ടർ പ്ലാന്റുകൾ തുടങ്ങിയവ ഗുജറാത്തിലേക്ക് പോകുന്നു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും അതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2030 കോമൺവെൽത്ത് ഗെയിംസ്, പോലീസ് ഗെയിംസ്, 2036 ഒളിമ്പിക്സ് തുടങ്ങിയവ അഹമ്മദാബാദിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ഇതേ പ്രവണതയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതായത് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ വിമർശനം കേരള ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒതുങ്ങുന്നില്ല. രാജ്യത്തെ വികസന വിഭവങ്ങളുടെ വിതരണം, ദക്ഷിണേന്ത്യയോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം, ഭാഷാ നയം, ഫെഡറലിസം എന്നിവയിലേക്ക് വരെ അത് നീളുകയാണ്. പക്ഷെ സന്ദീപ് വാര്യർ ബി.ജെ.പിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല. 2024 നവംബറിൽ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേരുമ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ സന്ദീപ് രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംഘവുമാണ് തന്റെ പാർട്ടി വിടലിന് കാരണമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹവും സാഹോദര്യവും പ്രതീക്ഷിച്ചെങ്കിലും വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സംഘടനയിൽ നിന്ന് അത് ലഭിച്ചില്ലെന്നായിരുന്നു സന്ദീപിന്റെ വിമർശനം. ബി.ജെ.പിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ ജാള്യത തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനു മുൻപ് കേരള ബി.ജെ.പിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്ന ആരോപണവും സന്ദീപ് ഉന്നയിച്ചിരുന്നു. പാർട്ടിയിൽ ആത്മവിമർശനത്തിനും സ്വയം വിമർശനത്തിനും ഇടമില്ലെന്നും നേതൃത്വത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലും സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം പരിഗണിച്ചില്ലെന്ന വിമർശനവും ഉയർത്തി. ബി.ജെ.പി വിട്ട ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും സന്ദീപ് ഗുരുതര ആരോപണം ഉന്നയിച്ചു. LDFന് തുടർഭരണം ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു ബി.ജെ.പിയുടെ ചില നീക്കങ്ങളെന്നും ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും ചില നേതാക്കളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതും CPMനെ സഹായിക്കാനായിരുന്നു എന്നുമായിരുന്നു ആരോപണം. ബി.ജെ.പിയിലായിരുന്ന കാലത്തും ചില വിഷയങ്ങളിൽ സന്ദീപിന്റെ നിലപാടുകൾ പാർട്ടി നേതൃത്വവുമായി ഏറ്റുമുട്ടിയിരുന്നു. ഹലാൽ വിവാദത്തിൽ ബി.ജെ.പി നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ വികാരമല്ല വിവേകമാണ് ഇത്തരം വിഷയങ്ങളിൽ വേണ്ടതെന്നായിരുന്നു സന്ദീപിന്റെ പ്രതികരണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഉപരോധം നടത്തി ജീവിക്കാൻ കഴിയില്ലെന്നും ഒരു സ്ഥാപനത്തെ തകർക്കാൻ ഒരു പോസ്റ്റ് മതിയെങ്കിലും അതിലൂടെ നിരവധി പേരുടെ ജീവിതം തകരുമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. ആ പോസ്റ്റ് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. തുടർന്ന് ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്കുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപിന്റെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ട്. ആദ്യം അത് കേരള ബി.ജെ.പിയിലെ സംഘടനാ രീതികളോടും നേതൃത്വത്തോടുമായിരുന്നു. പിന്നീട് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിലേക്കും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലേക്കും അത് വ്യാപിച്ചു. കോൺഗ്രസിലെത്തിയ ശേഷവും ഈ നിലപാട് കൂടുതൽ ശക്തമായി. ബി.ജെ.പിയുടെ വർഗീയ നിലപാടുകളെ തള്ളിപ്പറഞ്ഞാണ് കോൺഗ്രസിലെത്തിയതെന്നും ബി.ജെ.പിയുടെ ചില നിലപാടുകൾ പറയുമ്പോൾ തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു.
ഇപ്പോൾ അണ്ണാമലയുടെ വിമർശനങ്ങളെ പിന്തുണച്ച് ഗുജറാത്തി കമ്പനി എന്ന വിശേഷണം കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് സന്ദീപ്. ഇതോടെ ചോദ്യം BJP കേരള ഘടകത്തെക്കുറിച്ച് മാത്രമല്ല, BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശകളെക്കുറിച്ചുമാണ്. വാജ്പേയിയുടെ കാലത്തെ BJPയിൽ നിന്ന് ഇന്നത്തെ BJPയിലേക്കുള്ള മാറ്റം എന്താണ്? ദക്ഷിണേന്ത്യയോടുള്ള സമീപനം യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ? കേന്ദ്ര പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും വിതരണം തുല്യമാണോ? ഗുജറാത്തിന് ലഭിക്കുന്ന മുൻഗണനയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഇതിനൊക്കെ രാഷ്ട്രീയ മറുപടി BJP നൽകേണ്ടി വരും. കാരണം സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നത് ഒരു മുൻ BJP നേതാവിന്റെ വ്യക്തിപരമായ പരിഭവം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലാണ് വിഷയം ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ഒരിക്കൽ വാജ്പേയിയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി BJPയിലെത്തിയ നേതാവ് പിന്നീട് അതേ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തി. ഇപ്പോൾ അതേ BJPയെ ഗുജറാത്തി കമ്പനി എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ പുതിയ വിമർശനം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: വാജ്പേയിയുടെ BJP മാറിയതാണോ, അതോ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണോ മാറിയത്? ഉത്തരം രാഷ്ട്രീയ കേരളം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയവും തേടേണ്ടി വരും.